ഹലോ, ടെക്നോ ടിപ്സോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കെവർക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം, ഞാൻ ഷജീഷ് ചന്ദ്രൻ, ടെക്നോ ടിപ്സോറിന് വേണ്ടിയെന്നും നിങ്ങളോടൊപ്പം. ഒരു ഹീറോ ഹോണ്ട ബൈക്കിൻ്റെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഗിയർ വീലുകളും പ്രോപ്പറായി വീഴുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സോറിയിൽ ഇന്ന്. ക്രാങ്ക് കേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഗിയർ ബോക്സ് അസംബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ബെയറിങ്ങിൻ്റെ സ്റ്റോപ്പർ പ്ലേറ്റുള്ള ഈ ഭാഗത്തുള്ള ക്രാങ്ക് കേസിൽ നിന്നാണ് ഗിയർ ബോക്സ് ഫിറ്റിംഗ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഈ ക്രാങ്ക് കേസിൽ നിന്നും ഗിയർ ബോക്സ് ഫിറ്റിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് 10 മില്ലിമീറ്ററിൻ്റെ ബോൾട്ട് ഉപയോഗിച്ചാണ് ഈ സ്റ്റോപ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗിയർ ക്യാം അഥവാ ഗിയർ ഡ്രം ഫിറ്റ് ചെയ്യാം. ഈ കാണുന്ന ഹോളുകൾ താഴെ വരുന്ന രീതിയിലാണ് ഗിയർ ഡ്രം നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഗിയർ ഡ്രമ്മിൻ്റെ സ്ലൈഡിംഗ് ഗ്രൂവുകളിലും മുകൾ ഭാഗത്തുമെല്ലാം ഒരല്പം എൻജിൻ ഓയിൽ അപ്ലൈ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഗിയർ ഡ്രമ്മിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഗിയർ സെലക്ടിംഗ് പ്ലേറ്റ് ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഗിയർ സെലക്ടർ ഫിറ്റ് ചെയ്യാനായി ഈ കാണുന്ന രണ്ട് കുഞ്ഞു ഹോളുകളിലേക്ക് ഈ രണ്ട് പിന്നുകൾ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് കുഞ്ഞു പിന്നുകളും ഗിയർ സെലക്ടറിൻ്റെ ഈ കാണുന്ന രണ്ട് ഹോളിനുള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഗിയർ സെലക്ടർ ഇടാൻ പോകുന്നത്. ഒരു 10 മില്ലിമീറ്റർ ബോൾട്ട് ഉപയോഗിച്ചാണ് സെലക്ടർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു ടീ സ്പാനർ ഉപയോഗിക്കാവുന്നതാണ്. ഇതോടെ ഗിയർ ഡ്രം ഫിക്സിംഗ് പൂർത്തിയായി. ഇനി ഗിയർ ഡ്രമ്മിന് അതിൻ്റെ ആക്സിസിൽ ഫ്രീ ആയി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഗിയർ അസംബ്ലി. ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഗിയർ വീൽ അസംബ്ലിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ടെക്നോ ടിപ്സോറിയു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കൗണ്ടർ ഷാഫ്റ്റ് അഥവാ ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഗിയർ വീൽ അസംബ്ലിയുടെ ഇരുഭാഗങ്ങളിലും വാഷർ ഇടാൻ നമ്മൾ മറന്നുപോകരുത്. ഇതാണ് വാഷറുകളിലൊന്ന്. ഇനിയുള്ള വാഷർ ഷാഫ്റ്റിൻ്റെ മറുഭാഗത്താണ് ഇവിടെ. ഞാൻ മുൻപ് സൂചിപ്പിച്ച വണ്ടികൾക്കെല്ലാം തന്നെ 5 ഗിയർ ട്രാൻസ്മിഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ 3 ലെവൽ ഷിഫ്റ്ററുകൾ ഉണ്ടാവും. 3 എണ്ണത്തിൽ ഒരുപോലെ ഇരിക്കുന്ന ഈ 2 ലിഫ്റ്റിംഗ് ഫോർക്കുകൾ ഉപയോഗിക്കുന്നത് കൗണ്ടർ ഷാഫ്റ്റ് അഥവാ ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ ഗിയർ ലെവൽ ഷിഫ്റ്റിങ്ങിനാണ്. ഈ കാണുന്ന ഗ്രൂവിലാണ് അതിലൊന്ന് ഇൻസർട്ട് ചെയ്യാനുള്ളത്. അടുത്തത് ഇവിടെയും. ഇതാണ് ക്ലച്ച് ഷാഫ്റ്റ് അഥവാ ഇൻപുട്ട് ഷാഫ്റ്റ്. ഈ ഭാഗത്താണ് ക്ലച്ച് ബെല്ലും ക്ലച്ച് ഡിസ്കും വരുന്നത്. ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്ത് വാഷർ ഉണ്ടാകില്ല. ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് ഇവിടെ ഒരു വാഷർ ഉണ്ടാകും. ഒരല്പം ചരിഞ്ഞ പ്രൊജക്ഷനുള്ള ഈ ഷിഫ്റ്റിംഗ് ഫോർക്ക് ഉപയോഗിച്ചാണ് മെയിൻ ഷാഫ്റ്റിലെ ഗിയർ വീലുകളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ സ്ലോട്ടിലാണ് ഈ ഫോർക്ക് നമുക്ക് ഇടേണ്ടത്. ഇരു ഷാഫ്റ്റുകളുടെയും നീളം കൂടിയ ഭാഗങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് ഗിയർ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലച്ച് ബെൽ, ക്ലച്ച് ഡിസ്ക് എന്നിവ വരുന്നത് നീളം കൂടിയ ഈ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ചെയിൻ്റെ കുഞ്ഞി സ്പ്രോക്കറ്റ് വരുന്നത് ഇവിടെയാണ്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഭാഗം ഈ ബെയറിങ്ങിലും കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗം ഈ ബെയറിങ്ങിനുള്ളിലും വരുന്ന രീതിയിൽ നമുക്ക് ഗിയർ ബോക്സിലേക്ക് ഇറക്കി വയ്ക്കാം. കൗണ്ടർ ഷാഫ്റ്റ് അഥവാ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ താഴെ വരുന്ന വാഷർ ഇളകി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ശരിയായ രീതിയിലാണ് ഗിയർ വീൽ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ 2 ഗിയർ വീലുകളുടെയും ടോപ്പ് ഭാഗങ്ങൾ ഒരേ ലൈനിൽ തന്നെ വരും. ഇതുപോലെ. ഇവിടെ 3 ഗിയർ ഷിഫ്റ്റിംഗ് ഫോർക്കുകൾ ഉപയോഗിക്കുന്നത് 5 ഗിയർ ഉള്ളതുകൊണ്ടെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. പുറത്തേക്ക് തള്ളിയേക്കുന്ന ഈ പ്രൊജക്ഷൻ കൂടുതൽ വളഞ്ഞിരിക്കുന്ന ഈ ഷിഫ്റ്റർ നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റിൻ്റേതാണ്. അതുപോലെ തന്നെ ഒരുപോലെ ഇരിക്കുന്ന ഈ 2 ഷിഫ്റ്റർ കൗണ്ടർ ഷാഫ്റ്റിൻ്റേതുമാണ്. ഔട്ട്പുട്ട് ഷാഫ്റ്റ് അഥവാ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ
ഫോർക്കുകൾ ആദ്യം നമുക്ക് ഫിക്സ് ചെയ്യാം. തള്ളി നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒരു സ്ലോപ്പോട് കൂടിയതാണ്, താഴ്ഭാഗം ഫ്ലാറ്റുമാണ്. ഇതുപോലെ പിടിച്ചുകൊണ്ട് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഈ കാണുന്ന സ്ലോട്ടിൽ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ സ്ലോപ്പായിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ പിടിച്ചുകൊണ്ട് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഏറ്റവും താഴെ വരുന്ന സ്ലോട്ടിൽ ഇവിടെ നമുക്ക് സ്ലൈഡർ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നീളം കൂടുതലുള്ള ഈ പിന്ന് ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ലിഫ്റ്റിംഗ് ഫോർക്കുകൾ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നുപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായി ഫോർക്കുകളുടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഗിയർ ഡ്രമ്മിൻ്റെ സ്ലോട്ടുകൾക്കുള്ളിലേക്ക് ഇതുപോലെ ശ്രദ്ധാപൂർവം ഇൻസെർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ താഴെയുള്ള ഫോർക്കും ഗിയർ ഡ്രമ്മിൻ്റെ സ്ലോട്ടിനുള്ളിലേക്ക് ഇപ്രകാരം ലിഫ്റ്റ് ചെയ്ത് കടത്തി വയ്ക്കാം. കൂടുതൽ ക്ലിയറായി മനസ്സിലാകുന്നതിനായി ഒരിക്കൽ കൂടെ സൂം ചെയ്ത് ഞാൻ ഇത് കാണിച്ചു തരാം. നീളം കൂടിയ പിന്നിൽ ഒരല്പം എൻജിൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 2 ഫോർക്കുകളും നമുക്ക് എൻജിൻ കേസിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഗിയർ ഡ്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ഇനി നമുക്കിടാനുള്ളത് ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയർ ഷിഫ്റ്റിംഗ് ഫോർക്കാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരുപോലെയുള്ള സ്ലോപ്പാണുള്ളത്. തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഗിയർ ഡ്രമ്മിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഫോർക്ക് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. ഈ കാണുന്ന സ്ലോട്ടിനുള്ളിലേക്കാണ് നമുക്കിത് ഇട്ട് കൊടുക്കാനുള്ളത്. ഇനിയുള്ളത് ഫോർക്കിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഗിയർ ഡ്രമ്മിൻ്റെ സ്ലോട്ടിനുള്ളിലേക്ക് ഇതുപോലെ എടുത്തു വച്ചതിന് ശേഷം പിന്നുപയോഗിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കുക എന്നുള്ള കാര്യമാണ്. ഒരല്പം എൻജിൻ ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാം. ഇതോടെ ഗിയർ ബോക്സ് ഫിക്സിങ് ഏകദേശം ഫിനിഷായെന്ന് പറയാം. ഇനിയുള്ളത് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യലാണ്. ഗിയർ വീലുകളെല്ലാം തന്നെ നന്നായി ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഗിയർ ഡ്രം ഈ ഡയറക്ഷനിൽ തിരിച്ചാൽ ഫസ്റ്റ് ഗിയറായി. ഇനി ക്ലച്ച് ഷാഫ്റ്റ് കറക്കിക്കൊണ്ടിരുന്നാൽ സ്പ്രോക്കറ്റ് ഷാഫ്റ്റ് ഇത് കുറഞ്ഞ വേഗത്തിൽ കറങ്ങുന്നതാണ്. ഇനി ഗിയർ ഡ്രം ഇതുപോലെ തിരിച്ചാൽ ന്യൂട്രൽ ഗിയറായി. ന്യൂട്രൽ ഗിയർ ആയിരിക്കുമ്പോൾ ക്ലച്ച് ഷാഫ്റ്റ് ഇതുപോലെ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നാലും സ്പ്രോക്കറ്റ് ഷാഫ്റ്റ് കറങ്ങുന്നതല്ല. ഇതുപോലെ. ഇനി സെക്കൻഡ് ഗിയർ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് തേർഡ് ഗിയർ. ഓരോ തവണ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും സ്പ്രോക്കറ്റ് ഷാഫ്റ്റിൻ്റെ വേഗത ഇവിടെ കൂടി വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇതാണ് ഫോർത്ത് ഗിയർ. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ വളരെ പ്രോപ്പറായി നടക്കുന്നുണ്ട്. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്